ചിലർക്ക് സൂപ്പർമാൻമാരും ദൈവവുമാകാൻ മോഹം എന്ന് RSS നേതാവ് മോഹൻ ഭഗതിൻ്റെ പ്രസംഗം. ജാർഖണ്ഡിലാണ് അദ്ദേഹം ഇത്തരത്തിലെ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, ദൈവത്തിൽ നിന്നും നിയോഗം കിട്ടിയ ആളാണ് താൻ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി പ്രസംഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി അരങ്ങേറ്റ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധി ഇത് എടുത്തു പറഞ്ഞ് മോദിയെയും BJPയെയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മോഹൻ ഭഗത് പറയുന്നത് ചില മനുഷ്യർക്ക് ഇങ്ങനെയുള്ള മോഹങ്ങൾ ഉണ്ടാവാം, അവർ ദൈവതുല്യരാണെന്നും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്നും എല്ലാം തോന്നാം. അങ്ങനെ തോന്നുന്ന ആളുകൾ എവിടെ കൊണ്ടെത്തിക്കും എന്നും പറയാൻ കഴിയില്ല. UPയിൽ ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രിയും അവിടുത്തെ സംസ്ഥാന BJP പ്രസിഡന്റും കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മൂന്നാം ഊഴത്തിൽ പ്രധാനമന്ത്രി മോദി വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഭരണത്തെ താങ്ങി നിർത്തണമെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷിൻ്റെയും സഹായം അനിവാര്യമാണ്. കാരണം അവരുടെ പിന്തുണയോടെയാണ് സർക്കാർ നിലനിൽക്കുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. കാരണം 75 വയസ്സ് കഴിഞ്ഞാൽ പദവികളിൽ തുടരാൻ പാടില്ല എന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. ഇപ്പോൾ അധികം വൈകാതെ മോദിക്കും 75 വയസ്സ് കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ആദ്യമായി ഈ പ്രശ്നം ഉയർത്തിയത്. കാരണം ജയിലിൽ നിന്ന് താൽക്കാലിക ജാമ്യം ലഭിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന സന്ദർഭത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ വലിയ വെടി പൊട്ടിച്ചത്. കാരണം മോദിക്ക് ശേഷം ആര് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണോ മോദി ശ്രമിക്കുന്നത്? 75 കഴിയുമ്പോൾ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കുമോ? ആ ചോദ്യം തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ ചോദ്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് UPയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ. കാരണം UPയിലുണ്ടായ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്ന ചർച്ച അവിടെ സജീവമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് UP BJP സംസ്ഥാന പ്രസിഡന്റ്. ഉപമുഖ്യമന്ത്രിയും അദ്ദേഹത്തോടൊപ്പമാണ്. ഇവർ ഇരുവരും കഴിഞ്ഞ ദിവസം മുൻ BJP ദേശീയ പ്രസിഡന്റ് നദ്ദയെയും അതുപോലെ പ്രധാനമന്ത്രിയെയും സന്ദർശിച്ചിരുന്നു. ഒരു ഭരണമാറ്റം UPയിൽ ഉടൻ ഉണ്ടായില്ലെങ്കിലും രണ്ടാമനാകാൻ സാധ്യതയുള്ള, അതായത് മോദിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആദിത്യനാഥിന് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഉറപ്പാണ്. കാരണം അമിത്ഷായ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്തിച്ചേരണമെങ്കിൽ തടസ്സമാകാൻ പോകുന്നത് ആദിത്യനാഥാണ്, യോഗി ആദിത്യനാഥാണ്. അപ്പോൾ UP മുഖ്യമന്ത്രിമാരായി ഇരുന്ന ആളുകളൊക്കെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നിട്ടുണ്ട്, VP സിംഗ് അടക്കം. അപ്പോൾ UP മുഖ്യമന്ത്രി പദവി യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പദവിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമനായി അല്ലെങ്കിൽ രണ്ടാമനായി ആര് വരും എന്നതിന് ഒരു വെല്ലുവിളി ഉയർത്തുന്നത് യോഗി ആദിത്യനാഥാണ്. അതുകൊണ്ടാവണം ഇപ്പോൾ UPയിൽ ഒരു നേതൃമാറ്റം മണക്കുന്നത്. ഏത് ഏകാധിപതികളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രണ്ടാമനായി വരുന്ന ആളുകളെ ഒതുക്കുക എന്ന രാഷ്ട്രീയമുണ്ട്.
പക്ഷെ വളരെ അടുപ്പം ഉള്ള അമിത്ഷായെ തൻ്റെ പിൻഗാമിയാക്കി കൊണ്ടുവരാനായിരിക്കും മിക്കവാറും മോദി ശ്രമിക്കുക. അപ്പോൾ എവിടെയായാലും ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇന്ദിരാഗാന്ധി ശക്തിയായിരുന്ന കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രണ്ടാമന്മാരായി ഉയർന്നു വന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്താനോ ഒതുക്കാനോ ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോണിയാഗാന്ധിക്കെതിരെയും അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ സോണിയ ദേശീയ പ്രസിഡന്റ് ആയതിൽ പ്രതിഷേധിച്ചാണല്ലോ നമ്മുടെ NCP നേതാവ് ശരത് പവാർ അടക്കം വിട്ടുപോയത്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഇത്തരത്തിൽ ദീർഘകാലം നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ അവർക്ക് ഇഷ്ടമില്ലാത്ത പിൻഗാമികളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ അരികുവൽക്കരിക്കാനോ ഒക്കെ ഉള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും നടക്കും. BJP-യിൽ ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത് അത്തരം പ്രശ്നങ്ങളാണ്.